നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഡോക്ടർ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് ദർശനമായിട്ട് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറയാനായിരിക്കും. അതൊരുവിധം സോൾവ് ആയി ഡോക്ടർ. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ദർശനെ ഞാൻ കണ്ടിരുന്നു. ദൈവത്തിന്റെ ചില സമയത്തുള്ള അപ്രതീക്ഷിതമായ ഇടപെടലുകളുണ്ടല്ലോ, അത്തരത്തിലൊന്നാ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ശ്രേയ രൂപേഷിന്റെ കസിനല്ലേ? ആ, അവരെയും കൊണ്ട് ദർശന ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ദർശനയും ഞാനുമായിട്ടുള്ള റിലേഷനില് ഇടയ്ക്ക് ചില സംഭവങ്ങളുണ്ടായി. അത് കുറേയൊക്കെ രൂപേഷിനും അറിയാവുന്നതാണ്. ജോലി ചെയ്തിരുന്ന പഴയ ഹോസ്പിറ്റൽ വിട്ടു. അവിടെ ഉണ്ടായിരുന്ന ശശീന്ദ്രൻ ഡോക്ടർ പവിത്രന്റെ ഫ്രണ്ടാ. അയാളെ വെച്ചാ പവിത്രൻ കളിച്ചത്. എന്നെക്കൊണ്ട് വേണ്ടാത്തതൊക്കെ പ്രൊഫഷണൽ എത്തിക്സിന് നിരക്കാത്ത പലതും ചെയ്യിപ്പിച്ചത് ആ ശശീന്ദ്രൻ ഡോക്ടറാ. അറിയാലോ, എന്റെ മോളെ പിടിച്ചുകൊണ്ടുപോയി അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ദർശന ഒരമ്മയാവില്ലെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിച്ചത്. ഞാൻ ദർശനയോട് ചെയ്തത് ഒരിക്കലും ഒരു ഡോക്ടറും ചെയ്യാൻ പാടില്ലാത്തതാ. ഞാനെന്ന് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ, തിരുത്താൻ കഴിയാത്ത തെറ്റ്. അറിയാലോ, ഒരു സ്ത്രീയുടെ ജന്മനിയോഗ അമ്മയാവുക എന്നത്. അതിനെ തടസ്സപ്പെടുത്തുകയല്ലേ ഞാൻ ചെയ്തത്. നിങ്ങളുടെ വീട്ടിലെ ഹൽദിക്ക് വന്നപ്പോഴാ എന്നെക്കൊണ്ട് ഇത്രയും വലിയ മഹാപാവം ചെയ്യിപ്പിച്ചത് രൂപേഷിന്റെ സ്വന്തം അമ്മാവനാണെന്ന് ഞാൻ അറിഞ്ഞത്. ശരിക്കും അയാൾ എൻ്റെ അങ്കിളൊന്നും അല്ല ഡോക്ടർ. എൻ്റെ അച്ഛനും അമ്മയും കൂടെ നിർത്തി വളർത്തിയൊരു അനാഥൻ. സ്വന്തം അച്ഛനും അമ്മയും പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ, മരിച്ചതല്ല, ആത്മഹത്യ. അയാളെ കൂടെ കൊണ്ടു നിർത്തി പഠിപ്പിച്ച് സ്വന്തം സഹോദരനാണെന്ന് പറഞ്ഞ അമ്മ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാനും ആ സ്ഥാനത്ത് കണ്ടു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ദൈവത്തിന്റെ ചില കൂട്ടിച്ചേർക്കലെന്ന്. അയാളെ കാരണം ഞാനിപ്പോ പൊറുതി മുട്ടിയിരിക്കുക. ഞാനിപ്പോ ഉള്ള പുതിയ ഹോസ്പിറ്റലിലും അയാൾ എത്തിയെന്നേ. പവിത്രന്റെ മോളല്ലേ ശ്രേയ? ശ്രേയെ കാണാനുള്ള അയാളുടെ തിടുക്കവും അറ്റാച്ച്മെന്റും ഒക്കെ കണ്ടപ്പോ ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. മനുഷ്യൻ എപ്പോ വേണമെങ്കിലും മാറാലോ. അങ്ങനെ മനം മാറിയതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അയാൾ ഇപ്പൊ വന്നതും അതേ ദൗത്യത്തിന് വേണ്ടി തന്നെയാ. ഒരു സ്ത്രീയെ കൂടി അമ്മയാവാതെ നോക്കണമെന്ന്, അതും സ്വന്തം മകളെ. ആ ഗർഭം എന്തെങ്കിലും മരുന്ന് കുത്തിവെച്ച് ഇല്ലാതാക്കണമെന്ന്. ഇത്തവണ എന്റെ മകളെ വെച്ചല്ല, ദർശനെ കൊന്നുകളയുമെന്നാണ് ഭീഷണി. ഒപ്പം 1 കോടി രൂപയും. വിവാഹം കഴിക്കാത്തൊരു കുട്ടി അമ്മയാവണ്ടെന്ന് തീരുമാനിച്ചാൽ നിയമം അതിനെ അനുകൂലിക്കുന്നുണ്ട്, ടു എ സർട്ടൺ എക്സ്റ്റെന്റ്. എത്രയോ സ്ത്രീകൾ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു. ഈ നാട്ടിൽ ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ സംവിധാനങ്ങളുണ്ടല്ലോ. ഇത് മകളുടെ സമ്മതത്തോടെയല്ല, അവൾ അറിയാതെ വേണം അബോർഷൻ നടത്തിക്കൊടുക്കാൻ. ഒരിക്കൽ ദർശന അമ്മയാവില്ലെന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ച ആള് തന്നെ വീണ്ടും പറയുന്നു അയാളുടെ മകൾ അമ്മയാവണ്ടാന്ന്. അവളെ കുറച്ചു കഴിഞ്ഞ് നല്ല നിലയിൽ കെട്ടിച്ചയക്കണോ? ഡോക്ടറെ, അയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. അയാൾ പറഞ്ഞ പോലെ അബോർഷനൊന്നും ചെയ്യരുത്. ഞാൻ ചെയ്യൂ? ഒരിക്കലൊരു അബദ്ധം സംഭവിച്ചു. അതേ ആള് തന്നെ ഞാനത് ആവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ അവിടെ നാട്ടി ഇറക്കി വിട്ടു. പക്ഷേ അയാളത് ചെയ്യിപ്പിക്കും. എന്നെ കൊണ്ടല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട്. പണം കൊടുത്താൽ വീഴുന്നവരുണ്ടല്ലോ. അയാൾ ആ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാ അവിടെ വെച്ച് മീറ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊന്നും പറയാനല്ല ഞാൻ യഥാർത്ഥത്തിൽ രൂപേഷിനെ കാണണമെന്ന് പറഞ്ഞത്. ദർശനയ്ക്ക് ശാരീരികമായി അമ്മയാവുന്നതിനുള്ള ഒരു തടസ്സമില്ലെന്ന് ഹൽദിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ദർശനോട് പറഞ്ഞിരുന്നു. അതും മനഃപൂർവ്വം പറയിപ്പിച്ചതാണെന്നും എല്ലാവരെയും സുമംഗല മേഡം വഴി അറിയിച്ചതാണെന്നും ഞാൻ അറിഞ്ഞു. അതറിഞ്ഞുകൊണ്ടല്ലേ ദർശന പ്രഗ്നന്റ് ആണെന്നൊരു വാർത്ത കേട്ടപ്പോൾ മരുവത്തൂർ ആകെ ഇളകി മറിഞ്ഞത്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. ഈ ശ്രേയയ്ക്ക് വേണ്ടിയിട്ട് ദർശന സഹിച്ചൊരു ത്യാഗം. അവളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് മാത്രം ജീവിച്ചാൽ മതിയോ? അതൊന്ന് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കണം.
പറയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ കേക്കണ്ടേ? ഞാനതൊക്കെ എല്ലാരെ അറിയിച്ചത് തെറ്റായിട്ടാ ദർശന കാണുന്നത്. മനസ്സിലായില്ല ഡോക്ടർ. അവള് അമ്മയാവില്ല എന്നുള്ള തോന്നൽ, അവൾക്ക് നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോകാനുള്ള അവസരമായിരുന്നു ഞാൻ തട്ടിത്തെറിപ്പിച്ചത്. എന്നുവെച്ചാ അവൾ ഇനി അമ്മയാവില്ലെന്നാണോ? ഓ, എനിക്ക് മനസ്സിലായി. അവൾ IPS എടുക്കുന്നവരെ അമ്മയാകില്ലെന്ന്. അതുമാത്രമല്ല, നേരത്തെ രൂപേഷ് പറഞ്ഞില്ലേ ത്യാഗമെന്ന്. ത്യജിക്കുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കയ്യിലുള്ളത് ത്യജിക്കാം, ഉപേക്ഷിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കാം. അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിന്റെ കുറവ് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ, സ്വയം തനിക്കാണ് കുറവുള്ളതെന്ന് മറച്ചു പിടിക്കാൻ അങ്ങനെ ഒരാൾ ശ്രമിച്ചാൽ അതിനെ ത്യാഗമെന്ന് പറയാൻ പറ്റുമോ? ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി തെളിച്ച് പറയാവോ? ദർശൻ എന്താ മറച്ചു വെച്ചത്? സോറി രൂപേഷ്, ഞാനത് പറഞ്ഞാൽ രൂപേഷ് അതെങ്ങനെ എത്രത്തോളം ഉൾക്കൊള്ളുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എനിക്കത് പറയാതെ വയ്യ. എന്നെ ടെൻഷനാക്കാതെ ഒന്ന് പറയൂ ഡോക്ടർ, പ്ലീസ്. ഞാനത് രൂപേഷിനോട് പറയുമെന്ന് പറഞ്ഞപ്പോ ഒരിക്കലും അത് മാത്രം പറയരുതേ. എന്റെ ഡിഫക്റ്റായി, എന്റെ കുറവായി ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാം. രൂപേഷ് ഏട്ടനാണ് പ്രശ്നമുള്ളതെന്ന് അറിഞ്ഞാൽ രൂപേഷ് ഏട്ടനെ താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. പാവം ദർശന, ഇങ്ങനൊരു സ്ത്രീയെ, ഭർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, നമ്മൾ ഈ പഴയ കഥകളിലൊക്കെ പറയുന്ന ശീലാവതി പോലെ. എന്റെ കുറവ്, ദർശനയുടെ കുറവ് എന്നൊക്കെ പറഞ്ഞ എന്താ ഡോക്ടർ? ദർശനയ്ക്ക് അമ്മയാവാൻ ഒരു തടസ്സമില്ല. പോരായ്മ ഉണ്ടായിരുന്നത് ഭർത്താവായ താങ്കൾക്കായിരുന്നു. ആദ്യ പരിശോധനയിൽ തന്നെ നിങ്ങൾക്കൊരു അച്ഛനാവാൻ കഴിയില്ലെന്നുള്ള റിപ്പോർട്ട് ദർശനയ്ക്ക് കിട്ടി. അവളത് കത്തിച്ചു കളഞ്ഞു. ഒരിക്കലും ആരും അതറിയരുതെന്ന്. രൂപേഷ് ഏട്ടന് അത് വലിയ ഷോക്കാവുമെന്ന്. എന്റെ പേരിൽ ഇരുന്നോട്ടെ എല്ലാ കുറ്റവും. പാവം. രൂപേഷ്, ആർ യു ഓക്കെ? എന്താടാ, എന്തു പറ്റി?